അപ്പോഴേ നമ്മുടെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടോ. ഇതാണ് ഫുൾ അംബ്രല്ല ടോപ്പ്. അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫുൾ അംബ്രല്ല ടൈപ്പ് എലൈൻ കുർത്തി, സ്ലീവ്ലെസ്, ഫ്രണ്ട് വീനൊക്കെ, ബാക്ക് ഒരു ലൂപ്പും റെയിൻ ഡ്രോപ്സും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് കുർത്തി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നിവർത്തിട്ടേക്കണേണ്. നമ്മൾ അംബ്രല സ്കേർട്ട് ചെയ്യുന്ന പോലെ തന്നെ വി ഷേപ്പിൽ നമ്മളിത് ഇങ്ങനെ മടക്കിയിടുക. അതിന് ശേഷം നമ്മൾ ഷോൾഡർ വരച്ചു കൊടുക്കുക കേട്ടോ. ഷോൾഡർ ഞാനൊരു 6.5 ഇഞ്ച് ഷോൾഡറിനാണ് വരച്ചേക്കുന്നത്. അതായത് എക്സസ് സൈസാണ് ഈ കുട്ടിയുടെ കുർത്തി. അപ്പോൾ ഒരു 6.5 ഇഞ്ച് ഷോൾഡർ വരച്ചു. കൈക്കുഴി ഒരു 7 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് ക്രോസ് പീസല്ലേ, അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ചെറുതാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് തന്നെ നമ്മൾ കൈക്കുഴി ആംഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വണ്ണം അടയാളപ്പെടുത്തുക. ശ്രദ്ധിക്കുക, നമ്മൾ എലൈൻ കുർത്തി അംബ്രല്ല കുർത്തി ചെയ്യുമ്പോൾ നമ്മുടെ അരികത്ത്, അതായത് മടക്കുന്ന ഭാഗത്ത് നിന്ന് വേണം അടയാളപ്പെടുത്താൻ. കാരണം മറ്റേ സൈഡ് സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ സൈഡ് ഭയങ്കരമായിട്ട് വലുതായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താം. ഷേപ്പ് അടയാളപ്പെടുത്താം, ഹിപ്പ് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ലെങ്ത്ത് ഈ കുട്ടിക്ക് 48 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ 48 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നോക്കണം കേട്ടോ. നമ്മൾ ഈ സാധനം വിരിച്ചിട്ട് എല്ലാം അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ഒന്ന് നേരെ നിന്ന് നോക്കണം. കാരണം നമ്മുടെ ഷോൾഡറെല്ലാം ചരിഞ്ഞു പോകാൻ നമുക്ക് പെട്ടെന്ന് നേരെ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ താഴത്തു നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് കറക്റ്റായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ നേരെ എഴുന്നേറ്റ് നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലുമൊക്കെ ചരിവുണ്ടോ. അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മുടെ ഷേപ്പ് എല്ലാം വരച്ചു കൊടുക്കുക. സിമ്പിളാണ്, നമ്മൾ സാധാരണ കുർത്തി ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ അത് സ്ട്രെയിറ്റ് ഇട്ട് കട്ട് ചെയ്യുന്നു, ഇത് നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ സൈഡിലേക്കുള്ള അളവ് നമ്മളിങ്ങനെ കട്ട് ചെയ്യാനുള്ള, അതായത് എക്സ്ട്രാ തുണി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കില്ലേ, അത് നമ്മൾ സൈഡിലേക്കുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടി മെഷർമെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അങ്ങോട്ട് വെട്ടുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം വെട്ടിയിട്ട് വേണം നമ്മൾ അംബ്രല്ല ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമല്ലോ, ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ താഴത്തെ ഒരു ഭാഗത്തെ മെറ്റീരിയൽ നമുക്ക് എത്താതെയാവും. അപ്പോൾ അത് നമ്മൾ വെട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ ഇതെല്ലാം ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. എക്സ്ട്രാ തയ്യൽ തുമ്പ് ഉൾപ്പെടെ എല്ലാം ഇട്ടിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, അംബ്രല്ല ആയതുകൊണ്ടിട്ട് എത്ര ഇച്ചിരി ടൈറ്റായി പോയാലും സംഭവം നമുക്ക് സ്യൂട്ടബിളായിരിക്കും. കാരണം ക്രോസ് അല്ലേ, വലിഞ്ഞ് കയറും അങ്ങനെ നമ്മളത് വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ആ എക്സ്ട്രാ പീസ്, നമുക്ക് 2 പീസ് എക്സ്ട്രാ താഴെ ജോയിൻ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും. ഞാൻ ഈ മെറ്റീരിയലിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ ആ എക്സ്ട്രാ പീസ് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ആണ് മറ്റേ നെക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് അംബ്രല്ല ആകുമ്പോഴത്തേക്കും 2 ഒരുമിച്ചായിട്ട് മടക്കിക്കണം. നെക്ക് ചെയ്യുമ്പോൾ 2 സെപ്പറേറ്റ് ആക്കി വിടർത്തിയിട്ട് നെക്ക് ഭാഗം അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് വിടർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ വരുന്നത് 2.5 ഇഞ്ചാണ്. 2.5 അടയാളപ്പെടുത്തി. താഴത്തേക്ക് കൊച്ചിൻ്റെ അളവ് വരുന്നത് 6.5 7 അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കുക, വെട്ടിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ആം ഹോളൊന്നും ഞാൻ കുഴിച്ച് വെട്ടുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആം ഹോൾ കുഴിച്ച് വെട്ടുമ്പോഴത്തേക്കും അംബ്രല്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആം ഹോൾ സൈഡിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് സെയിം തന്നെ നമ്മൾ അടുത്ത ബാക്ക് പീസും ഇതുപോലെ തന്നെ നിവർത്തി ഇട്ടിട്ട് ബാക്ക് അടയാളപ്പെടുത്തുക. പിന്നെ റെയിൻ ഡ്രോപ്സിൻ്റെ ആ ഒരു ഡിസൈനും കൂടി ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടോ. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ വരച്ച ഭാഗത്തുനിന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ അംബ്രല്ല എലൈൻ കുർത്തിയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ക്രോസ് പീസും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണം കേട്ടോ. ബൈ.